ഏത് വേണമെങ്കിലും DSLR എടുക്കാം, ലാപ്ടോപ്പ് എടുക്കാം, ആക്ഷൻ ക്യാമറ എടുക്കാം. ഈ കണ്ടില്ലേ നിരത്തി വെച്ചേക്കുന്നത്. പിന്നെ അതേ നോക്ക്, അഡിഡാസിൻ്റെ ഒറിജിനൽ ഷൂ വെറും 300 രൂപയുള്ളൂ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹൈടെക് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ചോർ ബസാറിലേക്ക് വന്നിരിക്കുകയാണ്. ഈ എൻട്രൻസ് കാണുമ്പോൾ തന്നെ അറിയാം എത്രയധികം തിരക്കാണ് ഇവിടെ. അപ്പം നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 7 മണിയൊക്കെ ആയി. ആദ്യം തന്നെ നമുക്ക് വാച്ച് കാണാം, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒക്കെ ഇരിക്കുന്നതിനകത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. 100-150 രൂപയാണ് എല്ലാ ബ്രാൻഡഡ് വാച്ചുകൾക്കും. പിന്നെ അത് ഇവിടെ ടീഷർട്ട്, പ്രിൻ്റഡ് ടീഷർട്ട് വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും 100 രൂപയാണ്. അപ്പോൾ ജോജൻ 2-3 വാങ്ങി, ഞാൻ 2 ടീഷർട്ട് വാങ്ങി. ഈ കാണുന്നതിൽ ഏതെടുത്താലും 100 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അത് സൂപ്പർ പ്രിൻ്റഡ് ടീഷർട്ടാണ്. പിന്നെ അതേ പിള്ളേരുടെ ചെറിയ ചെറിയ ബാഗുകൾ, നല്ല ഡിസൈനൊക്കെയുള്ള നല്ല ബാഗുകൾ നമുക്കിവിടെ കിട്ടും. പിന്നെ ഫ്രണ്ടിലോട്ട് നമ്മൾ കുറച്ച് നടന്ന് സൈഡിൽ മൊത്തം ഷൂവിൻ്റെ കടകളാണ് കാണുന്നത്. എല്ലാ ബ്രാൻഡഡ് ഷൂ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ നൈക്കിയുടെയൊക്കെ ഷൂ കണ്ടില്ലേ, എല്ലാം നല്ല സൂപ്പർ അടിപൊളി ഷൂസാണ് വരുന്നത്. ഞാനിവിടെ നിന്ന് ഒരു അഡിഡാസിൻ്റെ ഷൂ എടുത്തിട്ടുണ്ട്. ഈ അഡിഡാസിൻ്റെ ഷൂ ഉണ്ട്, ഒറിജിനൽ സാധനമാണ് വരുന്നത്. 300 രൂപ ഇവർ പറഞ്ഞത്. പിന്നെ നമ്മളത് നേരെ ഫ്രണ്ടിലോട്ട് കാണുമ്പോൾ ഈ മുമ്പിൽ കാണുന്ന അത് ജമാ മസ്ജിദ്. അപ്പോൾ നമ്മൾ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ മേളിൽ നല്ല കാക്കകളൊക്കെ പറക്കുന്നുണ്ട്. ഒരു അടിപൊളി ദൃശ്യമായിരുന്നു. പിന്നെ നമ്മൾ അകത്തേക്ക് കിടക്കും. ഫസ്റ്റ് പെൺകുട്ടികളുടെ ഡ്രസ്സ്, നല്ല അടിപൊളി ഡ്രസ്സാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് 1000 രൂപയുടെ മേളിലായിരിക്കും വില. ഇവർ 300 രൂപയ്ക്കാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ടാൽ 300 രൂപ. പിന്നെ ഈ ബെൽറ്റ് പല പല ഡിസൈനിലുള്ള പുതിയ മോഡലുകളിലുള്ള ബെൽറ്റുകളാണ്. ഇതിൽ ഏതെടുത്താലും 100 രൂപയാണ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചോർ ബസാറിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ. ഇത് കൊണ്ട് ഇവിടെ ക്യാമറകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഒളിച്ചും പാത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ക്യാമറ ഒക്കെ നമുക്ക് ഒരു 2000-3000 രൂപയ്ക്കൊക്കെ നമുക്ക് വില പേശി എടുക്കാം. ഈ ആക്ഷൻ ക്യാമറ ഒരാൾ ചെക്ക് ചെയ്യുന്നത് കാണാം. ഞാൻ ഒളിച്ച് പിടിച്ച് വീഡിയോ എടുത്ത് വെക്കുന്നതാണ് ഇതെല്ലാം. നമ്മൾ സാധാരണ നേരെ വീഡിയോ എടുക്കാൻ ഇവിടെ അനുവദിക്കത്തില്ല ഇവർ. പിന്നെ ഈ കാണുന്ന നേരത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പഴയ നാണയങ്ങൾ, പല രാജ്യത്തെയും നാണയങ്ങളായി വെച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിൻ്റെയും വില പോലും, നമുക്ക് മൂല്യം പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇത് നോക്കി. ഈ ചവറിനകത്ത് TVയും ലാപ്ടോപ്പും എല്ലാം വെച്ചേക്കുന്നത്. ഇത് ഏത് സ്പാനറൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് വന്ന് എടുത്തുകൊണ്ട് പോകാം. 10-20 രൂപയ്ക്കൊക്കെ ഒരു സ്പാനർ എടുത്തുകൊണ്ട് പോകാം, ഏത് വേണ്ടല്ലോ. പിന്നെ നമ്മൾ അകത്തോട്ട് വന്നപ്പോൾ ഈ ഷൂവിൻ്റെ ഇതെല്ലാം വുഡ്ലാൻഡിൻ്റെ ഷൂസുകളാണ്. ഇതെല്ലാം ഒറിജിനൽ സാധനമാണ്, വുഡ്ലാൻഡിൻ്റെ ഒറിജിനൽ ഷൂസുകളാണ്. ഇവിടെ കുറച്ച് വില അവർ പറയുന്നത് 800 രൂപയ്ക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും. ഇത് വുഡ്ലാൻഡിൻ്റെ ഷൂവും, അതായത് സാൻഡൽസും എല്ലാം നമുക്ക് കിട്ടും. പിന്നെ ഈ സ്ഥലം ഫുള്ള് നമുക്ക് ഷൂസുകളാണ് വരുന്നത് മൊത്തം. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി മുന്നോട്ട് നീങ്ങി നമ്മൾ അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി വീഡിയോ എടുത്തില്ല. പൊതുവായിട്ട് ചെറിയൊരു വീഡിയോ ഇടാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര തിരക്കാണ്. നമുക്ക് ഓരോന്നും എടുത്തു വെച്ച് വിശദമായിട്ട് പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. ഇനി ഇവിടുന്ന് നമ്മൾ 2 വാച്ചുകൾ വാങ്ങി. ഇതിനകത്ത് ഇതിന് ഏതെടുത്താലും 100 രൂപ വാച്ച്. ഇതിനകത്ത് ഏതെടുത്താലും 100 രൂപ. പല മോഡലുകളുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്ന് കുറച്ച് വാച്ച് 2-3 വാച്ചൊക്കെ എടുത്ത്, പിന്നെ ഈ ലേഡീസിൻ്റെ പെൺകുട്ടികളുടെ ഡ്രസ്സസിലെ അവിടെ നിന്നും 2 ഡ്രസ്സ് ജോജൻ എടുത്തിട്ടുണ്ട്. ജോജൻ്റെ കൊച്ചിന് വേണ്ടിയുള്ള 2 ഡ്രസ്സ്. ഏതെടുത്താലും 300 രൂപയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വിലയുള്ള ഡ്രസ്സുകളാണ്. നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് പതിയെ ഇറങ്ങാമെന്നൊക്കെ വെച്ചു വെളിയിലേക്ക്. കാണാൻ ലേഡീസിൻ്റെ ആണെങ്കിൽ നല്ല ഉടുപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കൊച്ചിന് നമ്മൾ 2 കളിപ്പാട്ടം വാങ്ങിച്ചു. പിന്നെ ഒരു ചെറിയൊരു ലെതറിൻ്റെ ബാഗ് വാങ്ങിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വെളിയിലേക്ക് ഇങ്ങനെ നടന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് വെളിയിലേക്ക് പോകുമ്പോഴുള്ള സ്ഥലങ്ങൾ ഇത് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.